ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ പട്ടയും ജീരകവും ഏലക്കയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അരച്ചത് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ സവാള നീളത്തിലരിഞ്ഞത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്കും മസാലാസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇനി നമ്മൾ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് അടച്ച് വയ്ക്കുക. ഇനി നമുക്കൊരു 6 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ആവി പോയി കഴിയുമ്പോൾ തുറക്കുക. അപ്പോൾ നന്നായിട്ട് ഇറച്ചിയൊക്കെ വെന്തുണ്ടാകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ചൂടാക്കി കുറച്ച് ചെറുള്ളിയും നമ്മുടെ വേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയിട്ട് നമ്മളിവിടെ അടിച്ചു വച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് നന്നായിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അടച്ച് വെച്ച് തിളപ്പിക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.